ഒരരുംകൊലയുടെ ചുരുളഴിക്കുകയാണ് പോലീസ്. കൃത്യമായ അന്വേഷണം ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതി അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് സംരക്ഷണയിൽ ഈ ചികിത്സയോട് അഫാൻ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. കയ്യിൽ കുത്തിയിട്ടുള്ള കാനല അടക്കം വലിച്ച് പുറത്തേക്ക് എറിയുന്ന ഒരവസ്ഥ, ചോദ്യങ്ങളോട് വിമുഖത കാണിക്കുന്ന അവസ്ഥ, ആ രീതിയിലാണ് അഫാൻ ഉള്ളത്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗത്ത് വിവിധ സംഘങ്ങളായി അന്വേഷണ സംഘം തിരഞ്ഞ് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച പ്രതി അഫാൻ പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പെല്ലാം നടത്തി പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്, നൃപൻ ചക്രവർത്തിയുണ്ട്, എസ് ഷീജ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചന കൂടി ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. നെടുമങ്ങാട് ഡിവൈഎസ്പി KS അരുൺ ഇക്കാര്യം പറയുന്നുണ്ട് മാധ്യമങ്ങളോട്. ആദ്യം ഡിവൈഎസ്പിയുടെ പ്രതികരണത്തിലേക്ക്, വാക്കുകളിലേക്ക്. അത് സയന്റിഫിക് എവിഡൻസിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. ഇവരുടെ ശരീരത്തിൽ ആഭരണം ഉണ്ട് നഷ്ടപ്പെട്ടതായി കാണുന്നില്ല. അത് ബന്ധുക്കളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താലേ അത് ബാക്കി കൂടുതലായിട്ട് പറയാൻ പറ്റും. അത് കൂടുതലായിട്ട് ചോദ്യം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റും. അഫാനെ ഇന്നലെ ഉച്ചയ്ക്ക് മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നതായിട്ട് പറയുന്നു. അത് നമുക്ക് CDR പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റൂ. അതെ, അതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ തെളിവ് എടുത്താലേ പറയാൻ പറ്റും. അതും ആ ആംഗിളിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇല്ല, ഇത് നിലവിൽ അറിവായിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു. ഈ ആക്രമണത്തിന് കാരണമായിട്ട് എന്താണ് കാരണം? അത് പല കാരണമുണ്ട്. നമ്മൾ ഇപ്പം ഈ അവസരത്തിൽ അത് പറയുന്നത് ശരിയല്ല. കേസന്വേഷണ ഉദ്യോഗസ്ഥനായ നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺ KS ആണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട്, കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് ഓരോ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആദ്യഘട്ടം മുതലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് സാധാരണ മാനസിക നിലയിലുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അഫാൻ ചെയ്തു കൂട്ടിയത്. അതിനാൽ തന്നെ പ്രതി ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമയാണോ, ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ നാനാഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിവൈഎസ്പി അരുൺ സംസാരിച്ചപ്പോൾ എന്താണ് അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്? എന്തായാലും കൊലപാതക കാരണം പലതാണ്, ഒന്നിൽ കൂടുതൽ കാരണമുണ്ട് എന്നാണ് ഡിവൈഎസ്പി KS അരുൺ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രതി അഫാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നു. അത് ഏത് ലഹരിയാണ് എന്ന കാര്യത്തിൽ അത് രക്തസാമ്പിൾ ഉൾപ്പെടെയുള്ളവ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് ഡിവൈഎസ്പി എന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലത്തീഫിന്റെ വീട്ടിൽ, ചുള്ളാളത്തെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിലെ ആഭരണങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും തൊട്ടടുത്ത അലമാര ഉൾപ്പെടെ കുത്തിത്തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പിടിവലിയും നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതിനർത്ഥം ഒരുപക്ഷെ നേരത്തെ സംശയിച്ചതുപോലെ ഈ അമ്മൂമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണം ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് സംശയിച്ച് അതെടുക്കാനാണോ ശ്രമിച്ചിരുന്നത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. എന്തായാലും പ്രതിയുടെ വിശദമായ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അപ്പോഴായിരിക്കും കൂടുതൽ വിവരങ്ങൾ, വ്യക്തതകൾ ഒക്കെ ഉണ്ടാവുക. എന്തായാലും ഇക്കാര്യത്തിൽ കൊലപാതകം നിഷ്ഠൂരമായി 5 കൊലപാതകവും നടന്നത് സാമ്പത്തികമായ കാര്യത്തിനാണ്. മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ശരിയാവില്ല. അന്വേഷണം നടക്കുന്നതിനിടയിൽ വെളിപ്പെടുത്തുന്നത് ശരിയാവില്ലെന്നാണ് ഡിവൈഎസ്പി എന്നെ വ്യക്തമാക്കുന്നത്. മറ്റ് എന്തൊക്കെ കാരണങ്ങളാണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് തന്നെ വ്യക്തത വരുത്തും. ഈ ചോദ്യം ചെയ്യൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ വിവരങ്ങൾ പുറത്തു വരിക. എന്തായാലും ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി എല്ലാ മൃതദേഹവും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പഴയ പാങ്ങോട് ജുമാ മസ്ജിദിലായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുക. അതായത് 4 മൃതദേഹങ്ങളായിരിക്കും ഇവിടെ സംസ്കരിക്കുക. അഫ്സാനയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുമെന്ന കാര്യത്തിലുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. മറ്റൊരു വീട്ടിലാണ് ഉണ്ടാവുക. അവിടെ ആയിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിക്ക് അഫ്സാനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അഫ്സാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത്. അമ്മയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ദിനിഷ.